ഹായ്. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോകൾ അല്ലെങ്കിൽ ഒരാളുടെ യൂട്യൂബ് ചാനലിൽ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് പറയാം, റിയാക്ഷൻ ചെയ്യാം, അവരവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് വീഡിയോ ആയിട്ടിടാം. അവരവരുടെ യൂട്യൂബ് ചാനലാണ്, അവർ എന്ത് വേണമെങ്കിലും വന്നിട്ട് സംസാരിക്കാം. അതെല്ലാം ശരി തന്നെയാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെയും പല പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല റിയാക്ഷൻസും ചെയ്യാറുണ്ട് അവരുടേതായിട്ടുള്ള ശൈലിയിലും. അല്ലെങ്കിൽ ചിലർ ട്രോള് രൂപേണ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് വിമർശിച്ചു പോകുന്നവരുണ്ട്, കാര്യം പറഞ്ഞ് നിവർത്തുന്നവരുണ്ട്, ചിലപ്പോൾ അവർ വന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ട്. അതൊക്കെയും ഓക്കെയാണ്. പക്ഷേ ഈ തെറി അഭിഷേകങ്ങൾ നടത്തുന്നത് എന്തിനാണ്? പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഭയങ്കരമായിട്ട് തെറിവിളി, അതൊരു എന്താ പറയുക, കേട്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള തെറിവിളികൾ. അത് പരസ്പരം സ്ത്രീകൾ തമ്മിലാവുമ്പോൾ അത് പിന്നെ പറയേ വേണ്ട. പണ്ടൊക്കെ കള്ളു കുടിക്കുന്ന ആൾക്കാർ വീടുകളിൽ കിടന്ന് തെറി വിളിക്കും, അല്ലെങ്കിൽ റോഡേ കൂടെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇല്ല എന്നല്ല. തെറിവിളികളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും പബ്ലിക്കായിട്ട് വന്നിരുന്ന് രണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി നടത്തുന്നത് എന്തിനാണ്? അത് മറ്റുള്ളവരെ കേൾക്കുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിച്ചിട്ട് എന്തിനാണ്? ഇന്നത്തെ തലമുറ ഇതൊക്കെ കേട്ടുകൊണ്ടല്ലേ വളരുന്നത്. ഇന്ന് എത്ര ചെറിയ കുട്ടികളായാൽ പോലും അവരുടെ കയ്യിൽ മൊബൈൽ കിട്ടാറുണ്ട്. ഇങ്ങനെ അവർ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോകൾ അവർ കാണും. അവർ ഈ തെറിവിളികളൊക്കെ കേട്ട് പഠിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആരുടെ കയ്യിലാണ് ഇപ്പോൾ മൊബൈൽ ഇല്ലാത്തത്? ഏത് കൊച്ചു കുട്ടിയുടെ കയ്യിൽ പോലും മൊബൈൽ കിട്ടാറുണ്ട്. അവർ യൂട്യൂബ് എടുക്കാറുണ്ട്. അവരൊക്കെ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നതിന് ഉപരി അവർ യൂട്യൂബാണ് ആദ്യം എടുക്കുന്നത്, കുഞ്ഞു കുട്ടികൾ. അപ്പോൾ യൂട്യൂബിൽ വന്നിരുന്ന് നിങ്ങൾ അത്ര അധികം തെറിവിളികളൊക്കെ നടക്കുമ്പോൾ ഇന്നത്തെ തലമുറ ഇതൊക്കെ കേട്ട് വളരുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കണ്ടു. ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത്. എനിക്കറിയില്ല എന്താ കാര്യമെന്ന് പോലും എനിക്കറിയില്ല. നാഗ ചേച്ചി വന്നിരുന്ന് ഷെഫീന ബീബിയെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. കുറച്ചേ ഞാൻ കണ്ടോളൂ, പക്ഷെ അതിനുശേഷം എനിക്കത് കാണാൻ തോന്നിയില്ല. ഈ ഷെഫീന ബീബി എന്ന് പറയുന്ന വ്യക്തി രണ്ട് ദിവസം മുന്നേ മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഒരു റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒക്കെ പറയുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞത് ഒരല്പം എന്നല്ല, നല്ല രീതിയിൽ കൂടിപ്പോയി. അത്രയ്ക്കും വളരെ മോശപ്പെട്ട രീതിയിലാണ് അവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതി മാറിയതിന് ശേഷമാണ് ഇവരെ പറഞ്ഞതെന്ന് തോന്നുന്നു. നാഗചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെതിരെയാണ് ഈ നാഗചേച്ചി എന്ന് പറയുന്ന വ്യക്തി, നീ എന്തിനാണ് എൻ്റെ വിഷയത്തിൽ തലയിടാൻ വന്നത്, നിന്റെ കാര്യത്തിൽ ഇടപെട്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഈ തെറിവിളിയാണ്, ഭയങ്കരമായിട്ടുള്ള തെറിവിളി. അവർ ഈ തെറി വിളിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലിരുന്നാണ്. അവരുടെ ക്ഷേത്രത്തിനുള്ളിലിരുന്നാണ് തെറി വിളിക്കുന്നതെന്ന്. ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്നിട്ട് ഇവരിങ്ങനെ തെറി വിളിക്കാമോ? ആരാണ് ഈ ഏത് ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന് അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിന്റെ പരിസരത്ത് ചെന്ന് ആരെങ്കിലും തെറി വിളിക്കാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നതിന് മോശമല്ലേ? പള്ളികളിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിലോ ചെന്ന് അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ആരെങ്കിലും ഇങ്ങനെയൊക്കെ തെറിയൊക്കെ വിളിക്കുമോ? ദേവീത് നിങ്ങൾക്ക് തമ്മിൽ അല്ലെങ്കിൽ ഷെഫീന ബീവിക്കോ അല്ലെങ്കിൽ നാഗചേച്ചിക്കോ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ദേവീത് പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടെ തെറി വിളിച്ച് അങ്ങ് നിർത്തുക. അത് പബ്ലിക്കായിട്ട് വന്നിരുന്ന് വിളിക്കരുത്, ദയവ് ചെയ്ത് വിളിക്കരുത്. പലരും കേട്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പോലും അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു അറപ്പാണ്. ഞാൻ ഈ ചാനലില് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കണ്ടോളൂ. എനിക്കത് കുറച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഒരു എന്താ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തോന്നുന്നത്. യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും പറയുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് വിമർശനങ്ങൾ നല്ലതാണ്, നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആരുമില്ല. ഈ ലോകത്തുള്ള എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതൊക്കെ ഒരു കാര്യങ്ങളൊക്കെ. പക്ഷേ എൻ്റെ ചിന്തകൾ വേറെ ആയിരിക്കും, നിങ്ങളുടെ ചിന്തകൾ വേറെ ആയിരിക്കും, എൻ്റെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം. ഒരാൾ കാണുന്നത് മറ്റൊരാൾ വേറൊരു തരത്തിലായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന വേറൊരു ചിന്താഗതിയിലായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളും ഓരോ ചിന്താഗതികളും ഒക്കെയാണ്. പക്ഷേ
അതൊക്കെ നമുക്ക് വന്നിരുന്ന് പറയാം. എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ പറയാം. അതിന് പറയുന്നത് ഒരു മാന്യമായിട്ട് പറയുന്നതാണ് ഒരു നല്ലത്. കാരണം അതൊരു പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ സംസാരിക്കും പോലെ അല്ലല്ലോ നമ്മൾ യൂട്യൂബ് ചാനലിന് വേണ്ടി വന്നിരുന്ന് സംസാരിക്കുന്നത്. കുറച്ചുകൂടെ മാന്യമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നതാണ്. നമ്മൾ നല്ല രീതിക്കൊന്ന് സംസാരിക്കണം. ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പറയുന്നത് തെറ്റിപ്പോവോ, അല്ലെങ്കിൽ അയ്യോ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുമോ, എന്തൊക്കെ തരത്തിൽ നമുക്ക് വരും. നമ്മുടെ നാടൻ ഭാഷ വേറെയാണ്. അപ്പോൾ നമ്മൾ വന്നിരുന്ന് പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകണം. അതിന് ഏത് സ്ഥലത്തുള്ള ആൾക്കാരായാൽ പോലും അവർക്ക് എല്ലാവർക്കും മനസ്സിലാകണം. ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോൾ. അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും വേണം, അവർക്ക് വ്യക്തമാവുകയും വേണം. എന്ന് കരുതി നമ്മൾ എന്തും പറയാം, എന്ത് തോന്നിവാസം വേണമെങ്കിലും വിളിച്ച് പറയാം. നമ്മുടെ ചാനലാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണെന്ന് കരുതി എന്തും വിളിച്ച് പറയുന്ന രീതി നിങ്ങൾ വെച്ചിരിക്കരുത്. പബ്ലിക്കായിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാലും മറ്റുള്ളവർ അതിനെ അത്ര അധികം മോശമായിട്ട് പറയും. മോശമായിട്ട് തന്നെ പറയത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയില്ല. ഇത്ര അധികം തെറിവിളികളും ഇത്ര അധികം വൃത്തികേട്ടിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നിങ്ങൾക്ക് എതിർക്കും. അത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഷഫീന ബീവി പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നതൊക്കെ ഒരു രീതിയിൽ നോക്കിയാൽ ശരി തന്നെയാണ്. ഒരു സ്ത്രീ എങ്ങനെയാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു രീതി, ആ ഒരു മാന്യത, അതൊക്കെയും ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പറയുന്നത് കുറച്ചുകൂടെ ഒരു മിതപ്പെട്ട് പറയണമെന്ന് തോന്നി. പിന്നെ ആ കുട്ടി ഒരു ഫാഷൻ പരമായിട്ടൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. ഫാഷൻ സ്കൂളിലാണ് അത് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആയിരിക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 ഒരു ഫോട്ടോയാണത്. അതിപ്പോൾ പോസ്റ്റ് ചെയ്തതൊന്നുമല്ല. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ചെന്ന് കണ്ടു നോക്കാം. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ അതിന് ഏത് യൂട്യൂബ് ചാനലുകാരായിരുന്നാലും ചെറുതോ വലുതോ എന്നുള്ളതല്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് എന്ത് വേണോ പറയാം, നിങ്ങൾക്ക് അതിൽ കാശുണ്ടാക്കാം, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ പബ്ലിക്കായിട്ട് വന്നിരുന്ന് തെറി വിളിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യരുത്. അത് ആര് തന്നെയായിരുന്നു. ഞാൻ ഇവിടെ രണ്ടുപേരും മാത്രമല്ല പറയുന്നത്, അതിന് ആര് ചെയ്താലും നിങ്ങൾ പബ്ലിക്കായിട്ട് വന്നിരുന്ന് തെറി വിളിക്കാതിരിക്കുക. അത് ഇന്നത്തെ തലമുറയിലുള്ളവരും കണ്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദയവേത് അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ പരസ്പരം വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം രണ്ടുപേരും തമ്മിൽ ഫോൺ വിളിച്ച് അങ്ങ് തീർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് പോവുക. അത്രയേ ഉള്ളൂ. ഓക്കെ.